കിഴക്കൻ തിമോർ 22 വർഷം മുമ്പാണ് ഇന്തോനേഷ്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്. പണ്ട് പോർച്ചുഗീസുകാർ ഇവിടെ ഭരിച്ചിരുന്നു. അതിനുശേഷം 25 വർഷത്തോളം ഇന്തോനേഷ്യ ഇവിടെ ഭരിക്കുകയും ഒരു സംസ്ഥാനമാക്കി മാറ്റുകയും ചെയ്തു. എങ്കിലും ഇവിടെയുള്ള ജനങ്ങൾ മുഴുവൻ ക്രിസ്ത്യാനികളായതുകൊണ്ട് അവർക്ക് ഇന്തോനേഷ്യയുടെ ഭരണം ഇഷ്ടപ്പെട്ടില്ല. പണ്ട് പോർച്ചുഗീസുകാർ ഭരിച്ചിരുന്നപ്പോൾ തങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ടായിരുന്നുവെന്ന് അവർ എടുത്തു പറയുകയും സ്വന്തം രാജ്യത്തിനു വേണ്ടി ആവശ്യമുന്നയിക്കുകയും ചെയ്തു. തൊട്ടടുത്ത അയൽരാജ്യമായ ഓസ്ട്രേലിയ അവരെ സഹായിക്കുകയും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ക്രിസ്ത്യൻ സ്പിരിറ്റിൽ അവർക്ക് പിന്തുണ നൽകുകയും ചെയ്തു. അങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. 2 ലക്ഷത്തോളം ആളുകളെ ഇന്തോനേഷ്യൻ പട്ടാളം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കൊലപ്പെടുത്തുകയുണ്ടായി. എങ്കിലും 2002 അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. കാർഷിക പ്രധാനമായ ഒരു രാജ്യമാണ് കിഴക്കൻ തിമോർ. തൊഴിലില്ലായ്മയും പിന്നോക്കാവസ്ഥയും രാജ്യത്തെ അലട്ടുന്ന പ്രശ്നങ്ങളാണ്. പകുതി ജനങ്ങളും നിരക്ഷരരാണ്. ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമങ്ങളിലാണ് താമസിക്കുന്നത്. ഭക്ഷണക്ഷാമവും ഇവിടെയുണ്ട്. ഗ്രാമങ്ങളിൽ 1/5 ആളുകൾക്ക് മാത്രമേ വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നുള്ളൂ. നെൽകൃഷിയും തെങ്ങിൻ തോട്ടങ്ങളും ഇവിടെയുണ്ട്. അതുപോലെ കപ്പയും നേന്ത്രപ്പഴവും മാങ്ങയും മധുരക്കിഴങ്ങും കൃഷി ചെയ്യുന്നു. മത്സ്യബന്ധനവും ഒരു തൊഴിൽ മാർഗമാണ്. അല്പസ്വല്പം പെട്രോളിയം ഇവിടെ നിന്ന് കുഴിച്ചെടുക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാപ്പിത്തോട്ടങ്ങളും ഒരു കയറ്റുമതിയുടെ സ്രോതസ്സാണ്. കിഴക്കൻ തിമോറിൻ്റെ തലസ്ഥാനമായ ദില്ലി നഗരം 2,22,000 ആളുകൾ താമസിക്കുന്ന ഒരു കൊച്ചു നഗരമാണ്. പണ്ട് ആരും അറിയപ്പെടാതിരുന്ന ഈ കൊച്ചു നഗരം കിഴക്കൻ തിമോറിൻ്റെ തലസ്ഥാനമായി സ്വീകരിക്കപ്പെട്ടതോടുകൂടി പെട്ടെന്നുള്ളൊരു പ്രാധാന്യം കൈവരിക്കുകയുണ്ടായി. പോർച്ചുഗീസ് ശൈലിയിലുള്ള ബിൽഡിങ്ങുകൾ ഈ പട്ടണത്തിൽ ധാരാളമായി കാണാൻ പറ്റും. മികച്ച പോർച്ചുഗീസ് ഭക്ഷണവും ഇവിടെ ലഭിക്കും. ഒരു വർഷം 75,000 ടൂറിസ്റ്റുകൾ കിഴക്കൻ തിമോർ കാണാൻ വരുന്നു. ഗുണ്ടാ സംഘങ്ങളും മാഫിയ പ്രവർത്തനങ്ങളും കൂടുതലാണ് ഈ രാജ്യത്തിൽ. അതുകൊണ്ട് ഇവിടെ യാത്ര ചെയ്യുന്നത് അത്ര സുരക്ഷിതമാണെന്ന് പറയുവാൻ പറ്റുകയില്ല. തലസ്ഥാന നഗരിയിലെ സ്റ്റാർക്കോ കഫേ പ്രസിഡന്റ് നിക്കോള ലൊബാട്ടോ തെരുവിലാണ്. മികച്ച ഇന്തോനേഷ്യൻ ഭക്ഷണം ഇവിടെ ലഭിക്കുന്നു. അതുപോലെ പനോരമ റെസ്റ്റോറൻറ്റ് നഗരത്തിൻ്റെ നല്ല വ്യൂസ് ലഭിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അതുപോലെ ഡാ ടെറ ഹോസ്റ്റൽ ചുരുങ്ങിയ ചെലവിൽ അക്കോമഡേഷൻ നൽകുന്നു. ഹാമോക്ക് കെട്ടുവാനുള്ള സൗകര്യമുണ്ട്. $20 കൊടുത്താൽ ഡോർമെറ്ററി ബെഡ് ലഭിക്കും. തലസ്ഥാന നഗരിയിലെ പ്രസിഡന്റ് നിക്കോള ലൊബാട്ടോ അന്തർദേശീയ വിമാനത്താവളം ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണ്. ഓസ്ട്രേലിയയുടെ കണ്ടാസ് എയർവേസ് ഇവിടെ നിന്നും പല രാജ്യങ്ങളിലേക്കും സർവീസ് നടത്തുന്നു.